മൈ ഓൺ വർക്കം എന്ന് പറഞ്ഞാൽ പാസ്റ്റർമാർ അവരുടെ പോലും ചില ജാട എനിക്ക് സഹിക്കാൻ വയ്യപ്പോൾ സത്യമായിട്ടും ഇന്നും ജാടയാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ പാസ്റ്റർ പ്രിൻസ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അഹങ്കാരി ആകുമെങ്കിൽ അതിന് മുമ്പേ ഞാൻ എടുത്തേക്കണം. ഈ അഹങ്കാരിയായിട്ട് ജീവിച്ച് ജാകുന്നതിലും ഭേദമാണ് നേരത്തെ പോകുന്നത്. അയ്യോ എന്നോ അഹങ്കാരമൊക്കെയാണ് ഇന്നും ജോടയപ്പ. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ ഒരു ബാങ്കിൽ ഇരിക്കുക, ഇത് നടന്ന കാര്യം കേട്ടോ. അവൻ ഭയങ്കര രസികനാണ്, കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ അവനൊരു ബാങ്കിൽ ഇരുന്നപ്പോൾ ഒരു പാസ്റ്റർ ബിട്ടാ പാസ്റ്റർ വല്ല വലിയ കർത്താവിൻ്റെ വലിയ ദാസനാണ്. അപ്പോൾ പുള്ളിക്കാരൻ കയറി വന്നപ്പം ഈ മാനേജർ, ബാങ്ക് മാനേജർ ഒരു ഹിന്ദു സഹോദരൻ, ഒരു ബ്രാഹ്മണ അങ്ങനെ കണ്ട ഒരാളാണ് എൻ്റെ കഥയിൽ ഓർമ്മയുള്ളൂ. എനിവേ അദ്ദേഹം ഇവരോട് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള വലിയൊരു പാസ്റ്റർ ചെന്ന് പരിചയപ്പെടാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇദ്ദേഹം അവനെ ഇങ്ങനെ കുറേ നേരം നോക്കി. 2-3 മിനിറ്റ് കഴിഞ്ഞ് മറുപടി വരത്തുള്ളേ. കുറേ നേരം കഴിഞ്ഞ് പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവൻ അച്ഛാണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ ഒറിജിനൽ സൗണ്ടിൽ ഒരു പ്രൈസ് ലോർഡ് പറയാൻ ചോദിച്ചു. ഓർക്കാപ്പുറത്തല്ലേ പുള്ളി പെട്ടെന്ന് പറഞ്ഞു പ്രൈസിലോടെ. എന്തിനു ഈ ചാടാ എനിക്കറിയാൻ വേണ്ടി വയ്ക്കുക. എന്തോ കാര്യത്തിന് നമ്മൾ ഈ ചാടയൊക്കെ കഴിക്കുക. നമ്മൾ ആരാ, നീ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ പ്രിൻസാണ്. നിന്റെ പേര് ഞാൻ ചോദിച്ചില്ല, നീ ആരാ? അപ്പം ഞാൻ പറയും ഞാൻ തുണ്ടത്തിൽ, എൻ്റെ അപ്പൻ്റെ പേരാണ് തുണ്ടത്തിലെയാണ്. എൻ്റെ വീട്ടുപേര് അവിടെയൊക്കെ അറിയാം, ഈ മൂക്കില രാജ്യത്ത് മുറുമുക്കൻ രാജാവെന്നൊക്കെ പറഞ്ഞത്. ഞാൻ തുണ്ടത്തിലെയാണ്. നിന്റെ വീട്ടുപേര് ഞാൻ ചോദിച്ചില്ല, നീ ആരാ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുഞ്ഞുവച്ചാൻ്റെ മോനാ. നിന്റെ അപ്പൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല, നീ ആരാ? അപ്പം ഞാൻ പറയും ഞാൻ പാസ്റ്ററാണ്. നിന്റെ പ്രൊഫഷൻ ഞാൻ ചോദിച്ചില്ല, നീ ആര്? അപ്പോഴാണ് ഞാനും ചിന്തിക്കുന്നത്, അല്ല ഞാൻ ആര്?